നമസ്കാരം. ഇന്ന് നമുക്ക് ജനാനാസ് കിച്ചണിൽ നെല്ലിക്ക ഉപ്പിലിട്ടത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിലേക്കായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കി അതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇനി എടുത്തു വെച്ചിരിക്കുന്ന നെല്ലിക്ക ഇട്ട് കൊടുക്കാം. നെല്ലിക്ക കഴുകി വൃത്തിയാക്കി തുടച്ച് വെച്ചിരിക്കുകയാണ്. 1/4 കിലോ നെല്ലിക്ക എടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും അതിൽ ഉപ്പും ഒരു 4 പച്ചമുളക് കീറിയതും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നെല്ലിക്ക ഒന്ന് ചൂടായി അതിന് കളർ ഒന്ന് മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഒരു ലോ ഫ്ലെയിമിലിട്ട് വഴറ്റിയെടുത്താൽ മതി. നെല്ലിക്കയുടെ കളർ മാറുന്നത് വരെ ഒന്ന് വഴറ്റണം. ഇനി ഇത് എടുത്ത് മാറ്റി മറ്റൊരു പാത്രത്തിലേക്ക് നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഇതേ പാത്രത്തിൽ തന്നെ നമുക്കിനി ഏകദേശം ഒരു 2 കപ്പ് വെള്ളമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. 2 കപ്പ് ഇത്രയും നെല്ലിക്ക ഉപ്പിലിടാനായിട്ട് 2 കപ്പ് വെള്ളം ആവശ്യമുണ്ട്. അപ്പോൾ 2 കപ്പ് വെള്ളം ഇതിനകത്ത് തിളയ്ക്കാനായിട്ട് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വെട്ടി തിളയ്ക്കുന്നത് വരെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അത് കഴിഞ്ഞ് അതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. നമ്മൾ എടുത്തു വെച്ച നെല്ലിക്കയും വെള്ളവും ഒക്കെ തണുത്തിട്ടുണ്ട്. ഇനി നെല്ലിക്ക നമുക്കൊരു സ്റ്റെറിലൈസ് ചെയ്ത് കുപ്പിയിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നെല്ലിക്ക മുങ്ങിക്കിടക്കത്തക്ക വിധത്തിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ഫംഗസ് വരും. അപ്പോൾ ഇങ്ങനെ ഇട്ട് വയ്ക്കുന്ന നെല്ലിക്ക നമുക്ക് നെല്ലിക്ക ചമ്മന്തി ഉണ്ടാക്കാനോ അല്ലെങ്കിൽ നെല്ലിക്ക അച്ചാർ ഉണ്ടാക്കാനോ ഒക്കെ ഉപയോഗിക്കാം. ഒരു 10 ദിവസം കഴിയുമ്പോൾ നമുക്ക് ഈ നെല്ലിക്ക സെർവ് ചെയ്യാം. അപ്പോഴേക്കും നന്നായിട്ടൊന്ന് നെല്ലിക്കയിൽ ഉപ്പൊക്കെ പിടിച്ചിരിക്കും. അപ്പോൾ എല്ലാവർക്കും റെസിപ്പി ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ജറാനാസ് കിച്ചൺ എന്ന് പറഞ്ഞ FB പേജും ലൈക്ക് ചെയ്യുക. അപ്പം നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ജറാനാസ് കിച്ചൺ. ബൈ ബൈ.